എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഡിസംബർ മാസം ചിങ്ങം രാശിക്കാർക്ക് എപ്രകാരമെന്ന് പറയുന്നത്. മകവും പൂരവും ഉത്രത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ അല്ലെങ്കിൽ കൂറിൽ വരുന്നത്. ഇവർക്ക് ഡിസംബർ മാസത്തെ ഫലങ്ങൾ എങ്ങനെയെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇവരുടെ പൊതുവിലുള്ള ഫലമൊന്ന് പരിശോധിക്കാം, പൊതുവിലുള്ള സമയമൊന്ന് പരിശോധിക്കാം. 2023 ജനുവരി മാസത്തെ കണ്ടകശനി ആരംഭത്തോടു കൂടിയിട്ട് ഈ രാശിക്കാരെ അല്പം ഒരു രൂക്ഷമായ സമയത്തിലേക്ക് കടക്കുകയാണ്. 2023 ജനുവരിയിലാണ് കണ്ടകശനി ഇവർക്ക് ആരംഭിച്ചത്. ചിങ്ങം രാശിക്കാർക്ക് ജന്മരാശിയിൽ നിന്ന് ജന്മരാശി ശനി സഞ്ചരിക്കുന്ന 2.5 വർഷം ജന്മശനി എന്നും, ജന്മരാശിയുടെ കേന്ദ്രങ്ങളായ 4, 7, 10 എന്നീ രാശികളിൽ ശനി സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലം കണ്ടകശനി എന്നും അറിയപ്പെടുന്നു. അതിൽ തന്നെ 4 എന്ന ഭാവത്തിലേക്ക്, 4-ാം ഭാവം അമ്മ, വീട്, വാഹനങ്ങൾ, സുഹൃത്തുക്കളൊക്കെയാണ് വരുന്നത്. അപ്പം 4-ാം ഭാവത്തിൽ ബന്ധുക്കളൊക്കെ വരും. അപ്പം 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനിയുള്ള രാശിക്കാർക്ക് മാതൃദുരിതം, ബന്ധുദുരിതം ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. 7-ാം രാശി വിവാഹസ്ഥാനമായിട്ടുള്ള 7-ാം രാശിയിൽ കൂടെ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ദോഷം വന്നാൽ ജീവിത പങ്കാളിക്ക് ദുരിതം, ജീവിത പങ്കാളിയെ കൊണ്ട് നമുക്ക് ദുരിതം, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും ദുരിതം ഒക്കെയാണ്. ഇടപാടുകളിൽ നിന്ന് കൂട്ടുകച്ചവടത്തിന് ദുരിതങ്ങളൊക്കെയാണ് പറയുന്നത്. 10-ാം രാശി കണ്ടകശനി വരുമ്പോൾ അവനവന് തന്നെ, 4-ൽ അമ്മയ്ക്കും 7-ൽ പങ്കാളിക്കും 10-ൽ അവനവന് തന്നെയാണ് ദുരിതം. അവനവന് തന്നെയും കർമ്മത്തിനും, 10-ാം രാശി കർമ്മം കൂടിയായിട്ട് കർമ്മത്തിൽ ദുരിതങ്ങൾ, കഷ്ടതകൾ ഉണ്ടാവുക, അവനവന് തന്നെ ദുരിതങ്ങൾ വരിക, അങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് 7-ാം രാശിയിലാണ് കണ്ടകശനി. അപ്പോൾ ജീവിത പങ്കാളിക്ക് നമ്മളെ കൊണ്ട് മനോവ്യത, ജീവിത പങ്കാളിയെ കൊണ്ട് നമുക്ക് മനോവ്യത വരിക, പിന്നെ കൂട്ടുകച്ചവടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുക, അങ്ങനെ ഒരു പൊതുവിൽ ഉള്ള ദോഷഫലങ്ങൾ. കണ്ടകശനിയുടെ ഉപമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമശിവന് കണ്ടകശനി സമയത്ത് ശിവനെ ഒരു അസുരൻ ഭയപ്പെടുത്തി ഓടിക്കുകയും ശിവന് ഭയന്നൊരു ഓവിലൊളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കണ്ട് ശിവൻ്റെ മകനായ ഗണപതി ഇത് കണ്ട് കൗതുകം കയറിയിട്ട് ഇപ്പുറത്തുനിന്ന് ഒരു വടി കൊണ്ടിട്ട് അച്ഛനെ കുത്തുകയാണ്. അപ്പോൾ ശിവൻ നടുക്കായി പോയി. ഇപ്പുറത്തും മകൻ കുത്തുന്നു, പുറത്തിറങ്ങിയാൽ അസുരൻ കൊല്ലും, അപ്പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, അവിടെ അസുരൻ ആയുധമായി നിൽക്കുന്നു. ശിവൻ ഇതൊക്കെ കഴിയും, പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നിസ്സഹായമായിട്ട് അങ്ങനെ നിന്ന് സഹിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ അതിനെയാണ് കണ്ടകശനി ഉപമിക്കുന്നത്. രസകരം ഒരവസ്ഥയ്ക്ക് ഒരു നിസ്സഹായ അവസ്ഥ. നമുക്ക് പ്രതികരിക്കണമെന്നുണ്ടെന്നാൽ പ്രതികരിക്കാൻ പറ്റില്ല, പ്രതികരിച്ചാൽ വീണ്ടും കുഴപ്പങ്ങളിൽ പോകുന്നുള്ള പേടി, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം അവസ്ഥകൾ സംജാതമാവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ വർഷം 2023 ജനുവരിയിൽ കണ്ടകശനി ആരംഭിച്ചു. ഇവരുടെ 7-ാം രാശിയായ കുംഭത്തിലൂടെയാണ് ശനി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടകശനി വന്നുവെങ്കിൽ പോലും 9-ൽ വ്യാഴം നിന്നതുകൊണ്ട് 2023 ഏപ്രിൽ അവസാനം വരെ ഇവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു, ആ ശനി ദോഷത്തെ. പക്ഷേ ഏപ്രിലോടുകൂടി, കഴിഞ്ഞ വർഷം ഏപ്രിലോടുകൂടി കർമ്മവ്യാഴം എന്ന അവസ്ഥയിലേക്ക് വ്യാഴം മാറി 10-ാം രാശിയിലേക്ക് പോകുമ്പോൾ ഒരു 2 ദോഷങ്ങളാണ്. കണ്ടകശനിയും 10-ൽ വ്യാഴവും, കർമ്മവ്യാഴവും കണ്ടകശനിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അതിരൂക്ഷമായ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ജോലിക്കാണ്. ജോലി വിട്ട് പെട്ടെന്ന് പോരേണ്ടി വരുന്ന സിറ്റുവേഷൻ, ജോലിയിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കുക, ജോലിയിൽ ഇപ്പോൾ അക്കൗണ്ട്സിലുള്ള ആൾക്കാരുടെ ഓഡിറ്റ് അന്വേഷണങ്ങൾ വരിക, റിപ്പോർട്ടുകൾ നമുക്കെതിരെ പ്രതികൂലമാവുക, വിജിലൻസ് അന്വേഷണം വരിക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തുക, ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റി, സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തുക, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് തിരിക, നമുക്കെതിരെ റിപ്പോർട്ടുകൾ വരിക, നമുക്കെതിരെ നമ്മുടെ മേലധികാരികൾ നമുക്കെതിരെ സംസാരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവുക, നമുക്കൊരു ഭീഷണി, മേലധികാരിയിൽ നിന്നൊരു ഒരു പിരിച്ചുവിടൽ ഭീഷണി നേരിടേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്ക് സ്വയം രാജിവെച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഇതൊന്ന് വിട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ജോലിയിൽ ഉണ്ടാകുന്നു. അത്രയ്ക്ക് തരം വർക്ക് പ്രഷർ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ അത്തരത്തിലൊരു കർമ്മവ്യാഴം, കർമ്മത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. ശനിയുടെ സപ്പോർട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ബ്ലാക്ക് മാർക്ക്. ശനി കണ്ടകശനി ദോഷം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് കൂടെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ജോലി പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ ജോലി വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോരേണ്ട, വിദേശികളാണെങ്കിൽ ജോലി വിട്ട് നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ജോലി മാറി റിസൈൻ ചെയ്ത് പുതിയൊരു ജോലിക്കായി പ്രതീക്ഷിച്ചിരിക്കുന്നൊരവസ്ഥ, ഇതൊക്കെ വരിക. നമുക്ക് ആ സമയത്ത് ജോലിയിൽ ടെൻഷൻ കാരണം നമുക്ക് നമ്മുടെ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ, നമ്മുടെ ആഹാരം, ഭക്ഷണം ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ആ പാടെ മനോവിഷമം, നമ്മുടെ വെയിറ്റ് കുറയുക, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആ ഒരു തേജസ് നഷ്ടപ്പെടുക, മുഖത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുക,
നമുക്ക് ആ ഒരു മുടി കൊഴിയുക, ഉറക്കമില്ലാണ്ട് വരിക, ആ പടെ കിടന്നാലും ഇരിഞ്ഞാലും ഒന്നിടത്തും സ്വസ്ഥതയില്ലാണ്ട് വരിക, ഓഫീസിലും സ്വസ്ഥതയില്ല, വീട്ടിലും സ്വസ്ഥതയില്ല, കിടന്നാലും നിൽക്കാൻ വയ്യ, ഇരുന്നാലും വയ്യ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെയൊക്കെ പോവുക. ആ പാടെ ഒരു വല്ലാത്ത അവസ്ഥ കൂടെ പോയിട്ട് അവസാനം ഈശ്വരൻ എന്തിനാണ് ജീവിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കാലം വരെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള രാശിക്കാരായിരുന്നു നിർഭാഗ്യവശാൽ ചിങ്ങൻ രാശിക്കാർ. 2024 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട്, 2024 ഏപ്രിൽ മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ നടക്കുന്ന സമയം ഒരു ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഇത്രയും പ്രതികൂലമായ അവസ്ഥ കൂടെ ഈ രാശിക്കാർ പോയി എങ്കിൽ പോലും ജൂലൈ ആദ്യത്തോടുകൂടി ശനി എന്ന കണ്ടശനി നിൽക്കുന്ന ഗ്രഹം വക്രത്തെ പ്രാപിക്കുമ്പോൾ ഈ ദോഷം അവർക്ക് മാറിക്കിട്ടാണ്. എന്ന് മാത്രമല്ല അനുകൂല ഫലങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ ഈ ദോഷത്തിന് ക്രമേണ അവർ ജൂലൈയോടെ ക്രമാനുഗതമായി പുറത്ത് കിടക്കും. അങ്ങനെ ക്രമമായിട്ട് ആ പുറത്ത് കടന്നതിന് ശേഷം ഒക്ടോബർ 9 വ്യാഴം കൂടെ വക്രത്തിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ആശ്വാസം ഈ രാശിക്കാർക്ക് കിട്ടും. വ്യാഴം കൂടി വക്രത്തിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ആശ്വാസം കിട്ടും. എന്ന് മാത്രമല്ല ഒക്ടോബർ 9 ഇവർക്ക് ഞാൻ പറഞ്ഞിരുന്നു വ്യാഴവും ശനിയും അനുകൂല സ്ഥിതിയിൽ. അപ്പോൾ ഒക്ടോബർ 9 മുതൽക്ക് നവംബർ 15 വരെയുള്ള സമയം ഈ രാശിക്കാർക്ക് വളരെ നല്ല സമയമായിരുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനൊക്കെ പറ്റിയിട്ടുള്ള സമയം, ഭാഗ്യ പരീക്ഷിക്കാനൊക്കെ വളരെ നല്ല സമയമായിരുന്നു. നവംബർ 15 ആകുമ്പോൾ വീണ്ടും ശനി കണ്ടശനി ദോഷത്തെ ചെയ്ത് നേർഗതിയിൽ വരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രതികൂലത വരും. എങ്കിൽ പോലും ഇവരെ സംരക്ഷിക്കാൻ വ്യാഴം വക്രതയിൽ, കർമ്മവ്യാഴത്തെ ദോഷത്തെ ചെയ്ത് നിൽക്കുന്ന വ്യാഴം വക്രതയിലാകുമ്പോൾ 9ന്റെ ഫലത്തെ പറയണം. അതിചാരം, വക്രം മുതലായ അവസ്ഥകളിൽ ഗ്രഹത്തിൻ്റെ പൂർവ്വരാശിയെ കൊണ്ട് ഫലം പറയണമെന്നാണ് പ്രമാണം. അപ്പോൾ അതിൻ്റെ പൂർവ്വരാശി 9ാം രാശിയാണ്. ഭാഗ്യസ്ഥാനത്തിലാണ് വ്യാഴത്തിൻ്റെ ഫലം പറയേണ്ടത്. അപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച വരെ ഇവർക്ക് വ്യാഴം ഭാഗ്യത്തിൻ്റെ ഫലങ്ങൾ ചെയ്യും. സർവേശ്വരകാരകൻ, എല്ലാ ഈശ്വരന്മാരുടെയും കാരകൻ വ്യാഴമായതുകൊണ്ട് വ്യാഴം പ്രസാദിച്ച എല്ലാം പ്രസാദിച്ചു, വ്യാഴം മറയുമ്പോൾ എല്ലാം മറയുന്നു. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ പ്രീതി ഇവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ശനിയുടെ വക്രം അവസാനിച്ച് നേർഗതിയിൽ കണ്ടശനി ദോഷത്തെ ചെയ്യുന്നു ഈ രാശിക്കാർക്ക്. വ്യാഴം വക്രത്തിൽ നിന്ന് 9ന്റെ ഫലങ്ങളെ, ഭാഗ്യത്തിൻ്റെ ഫലങ്ങളെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ കാലത്തിലൂടെ പോകുന്ന ഈ രാശിക്കാർക്ക് ഡിസംബർ മാസം എപ്രകാരമാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ 4, 5 എന്നീ ഭാവങ്ങളിലൂടെ പോകുന്നത് ഇവരുടെ ഇവരുടെ 4 നമ്മുടെ വീട്, വാഹനങ്ങൾ, അമ്മ, 5 നമ്മുടെ പൂർവ്വപുണ്യം, ബുദ്ധി ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. അങ്ങനെ ഡിസംബർ പകുതി കഴിയുമ്പോൾ 5ലേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ ഭൗതികമായ പ്രവർത്തനങ്ങളെ ഇതിലൂടെ നമ്മുടെ കരിയർ ഗ്രോത്തിനെ ഒരു നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ അതിൻ്റെ 6ാം രാശിയിൽ നിൽക്കുന്നത് ഇവരുടെ ആരോഗ്യത്തിനും ഇവരുടെ ജീവിത പങ്കാളിയായിട്ടോ പ്രണയിതാവുമായിട്ടുള്ള ബന്ധത്തിനൊക്കെ ചെറിയ വെല്ലുവിളികളെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ശുക്രൻ ഡിസംബർ 2ാം തീയതിയാണ് 6ാം രാശിയിലേക്ക് പോകുന്നത്. ബുധൻ ഇവരുടെ 4ാം രാശിയിൽ വക്രത്തിൽ നിൽക്കുകയാണ്. വൃശ്ചിക രാശി വക്രത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ഇവരുടെ ജീവിതഗതി ഇപ്പം കൃത്യമായിട്ട് തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ജീവിത രീതിയൊക്കെ പോകുന്നത് ശരി തന്നെയാണോ എന്നതിനൊക്കെ ചൊല്ലിയിട്ട് ഇവർക്കൊരു ആകുലത ഉണ്ടാവാനും, ആ ആകുലത കാരണം ഇവർ അതിനെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഇവരുടെ ജീവിത രീതി പോകുന്നത് ശരിയാണോ എന്ന് ഇവർ തന്നെ ഒന്ന് അസസ് ചെയ്ത് ഒന്ന് വിലയിരുത്തി ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രേരണ ഈ ഒരു ഗ്രഹത്തിൽ കൊടുക്കും. അതുപോലെ തന്നെ ഇവരുടെ 12ാം രാശിയിൽ ചൊവ്വ വക്രത്തിൽ പോകുമ്പോൾ 11ന്റെ ഫലങ്ങളെ പറയണം. അപ്പോൾ 12ാം രാശി നിൽക്കുന്ന ചൊവ്വ വക്രത്തിൽ പോകുമ്പോൾ ഇവർക്ക് 11 ലാഭസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് കൊണ്ടു കൊടുക്കും. രാഹു ഇവരുടെ 8ാം രാശിയിലാണ് രാഹു നിൽക്കുന്നത്. ഇവരുടെ 8ാം രാശി നിൽക്കുന്ന രാഹു ഇവർക്ക് നല്ല ആത്മീയമായിട്ടുള്ള ഒരറിവ് നൽകും. 2ാം രാശി നിൽക്കുന്ന കേതു പ്രതീക്ഷിക്കാതെ 2ാം ഭാവം സമ്പത്ത്, വാക്ക്, പ്രവൃത്തി എന്നൊക്കെ പറയാം. അപ്പോൾ ആ രാശി വക്രത്തിൽ പോകുമ്പോൾ അനാവശ്യമായ ചിലവുകൾ ആ കേതു വരുത്തി വയ്ക്കും. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കേതുവും രാഹു നല്ല രീതിയിലുള്ള ആത്മീയമായ അറിവുകളും നൽകും. ശനി നേർഗതിയിൽ വന്ന് കണ്ടശനി തുടരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. അങ്ങനെ വരുന്ന ഇവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും ശനിയുടെ ആ ഒരു സ്ഥിതി. കാരണം ശനിയുടെ അങ്ങനെ സ്ഥിതി വരുമ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ശാസ്ത്രീയത മനസ്സിലാക്കിയിട്ട് നമ്മൾ ശാസ്താ ക്ഷേത്രത്തിൽ
നമ്മൾ ശനിയുടെ പ്രതികൂലതയ്ക്ക് വേണ്ടിയിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് എള്ളുകിഴി സമർപ്പിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ശാസ്ത്രീയത, ഈ സീസമ സീഡ് അതുപോലെ എള്ള് എന്ന വസ്തുവിലുള്ള അത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അയൺ നമ്മുടെ ശരീരത്തിലെ ഈ ശനി വരുമ്പോഴുള്ള അയണിൻ്റെ കണ്ടൻറ്റിൻ്റെ കുറവ്, അപര്യാപ്തത നികത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ ശാസ്ത്രീയ വശങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഊർജ്ജത്തിൽ കുറവുകളൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രാശിക്കാർ ആ ശനിയുടെ പ്രതികൂലത മാറാൻ പറഞ്ഞ വഴിപാട് കൃത്യമായി ചെയ്യണം. അപ്പോൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴും വ്യാഴത്തിൻ്റെ വക്ര അനുകൂലമാണ് ഇവർക്ക്. പിന്നെ ചൊവ്വയുടെ സ്ഥിതി അനുകൂലമാണ്, ബുധൻ്റെ സ്ഥിതി അനുകൂലമാണ്, രാഹുവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഞ്ചാം രാശി സൂര്യൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും സ്ഥിതി, സൂര്യൻ്റെയും ശുക്രൻ്റെയും ശനിയുടെയും സ്ഥിതി മാത്രമേ പ്രതികൂലമായിട്ടുള്ളൂ. കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂലം തന്നെ നിൽക്കുന്നത്. എങ്കിൽ പോലും ഈ മാസം ഇവർക്കും ഒരു നല്ല ഫലങ്ങൾ തന്നെ ഈ രാശിക്കാർക്ക് തുടരും. ചെറിയ വെല്ലുവിളികളുണ്ടെങ്കിൽ, ശനിയുടെ വെല്ലുവിളികളുണ്ടെങ്കിൽ പോലും ചിങ്ങം രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ തന്നെ ഈ മാസം തുടരും. കാര്യമായ ഒരു പ്രതിസന്ധികൾക്കും സാധ്യതയില്ല. ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പ്രതിസന്ധികളിലേക്ക് അത് പോവില്ല. അപ്പോൾ ഇവർക്ക് ഇവരുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാരണം ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രം 2 മാസം കൊണ്ട് അവസാനിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ കാര്യങ്ങൾക്ക് ഇവരെ കൂടെ എന്തെങ്കിലും ഒരു പുതിയ രീതിയിലുള്ള പ്ലാൻ, ഇവരുടെ കരിയറിൻ്റെ പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി വെക്കണം. കാരണം അടുത്ത പ്രാവശ്യം വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റം 11ാം രാശി ലാഭസ്ഥാനത്തിലേക്കാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി വയ്ക്കുക. എന്താ പറയുക, ഇവരുടെ കരിയറും ഫിനാൻസും ഒക്കെ ഈ ഒരു മാസത്തിൽ വ്യാഴത്തിൻ്റെ വക്രത്തിൻ്റെ ഇതുകൊണ്ടിട്ട് ഇവർ ഇപ്പോൾ പുതിയ ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി പ്രവേശിക്കാനും പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സമയമാണ്. ഇപ്പോൾ ജോലി വിട്ടുവന്നവർക്കും ഒക്കെ ആൾക്കാർക്കൊക്കെ എന്താണ് പുതിയ പദ്ധതി എന്ന് ആലോചിച്ച് വയ്ക്കാനും അതിൻ്റെ പ്ലാൻ തയ്യാറാക്കി വെക്കാനൊക്കെ നല്ലതാണ്. അടുത്ത വർഷം മെയ്യോടുകൂടി ആയിരിക്കും ഏപ്രിൽ മെയ്യോടുകൂടി ആയിരിക്കും ഒരു മാറ്റത്തിലേക്ക് പോകുന്നത്. എങ്കിൽ പോലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് വെക്കാൻ പറ്റിയ സമയമാണ്. അതിൻ്റെ കോഴ്സുകളൊക്കെ വല്ലതും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഇവരിപ്പോൾ ചെയ്യേണ്ടത് ഇവരുടെ ആരോഗ്യത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ദുർഗാദേവി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ കടന്നു പോകുന്ന രാശിക്കാർക്ക് ഒരു നല്ല ശോഭനമായൊരു സമയം മുമ്പോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും ശ്രേയസ്സൊക്കെ ഭഗവാൻ തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇവർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.